പടിഞ്ഞാറൻ ഏഷ്യയിൽ വർദ്ധിച്ചുവരുന്ന യുദ്ധസാഹചര്യം കണക്കിലെടുത്ത് ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 15 സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. 1 മാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക, തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ചരക്ക് നീക്കത്തിനായി തുറന്നുകൊടുക്കുക എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന വ്യവസ്ഥകൾ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടത്താനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകാമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം കർശനമായ നിബന്ധനകൾ ഇറാൻ പൂർണ്ണമായി അംഗീകരിക്കാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് യുദ്ധം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ട്രംപിന്റെ ഈ അപ്രതീക്ഷിത സമാധാന നീക്കം ഉണ്ടായിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് വേദിയാകാൻ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇതിനായി മുൻകൈ എടുക്കുന്നതിനെ ട്രംപ് പരസ്യമായി പ്രശംസിച്ചു. അടുത്ത ആഴ്ച തന്നെ ഇസ്ലാമാബാദിൽ വെച്ച് പ്രാഥമിക ചർച്ചകൾ നടന്നേക്കുമെന്നാണ് സൂചന. ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ, മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരായിരിക്കും അമേരിക്കയെ പ്രതിനിധീകരിക്കുക. ട്രംപിന്റെ 15 പ്ലാനിനോട് ഇറാൻ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അമേരിക്കൻ വിപണിയെ ശാന്തമാക്കാനും ആസൂത്രണം ചെയ്ത സൈനിക നീക്കങ്ങൾ വൈകിപ്പിക്കാനുമുള്ള ട്രംപിന്റെ തന്ത്രമാണിതെന്ന് ഇറാൻ ആരോപിക്കുന്നു. തങ്ങളുടെ ആണവ പദ്ധതികളിൽ വിട്ടുവീഴ്ച ചെയ്യാനോ മിസൈൽ ശേഷി കുറയ്ക്കാനോ തയ്യാറല്ലെന്ന നിലപാടിലാണ് ടെഹ്റാൻ. ലോകത്തെ ഇന്ധനക്കടത്തിന്റെ സ്ഥിരകേന്ദ്രമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി തടസ്സപ്പെടുത്തിയത് ആഗോള വിപണിയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇത് തുറന്നു നൽകുക എന്നത് ട്രംപിന്റെ പ്രധാന നിബന്ധനയാണ്. അതേസമയം അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കിയാൽ ഈ പാതയിൽ മൈനുകൾ വിതറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇറാനെതിരെ ശക്തമായ സൈനിക നടപടി വേണമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഈ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഈ നീക്കം ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് അമേരിക്ക സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണ്. 3000 അധിക സൈനികരെ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പെന്റഗൺ തീരുമാനിച്ചു. നിലവിൽ 50,000-ലധികം US സൈനികർ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്.